കഴിഞ്ഞ ക്ലാസ്സിൽ പക്ഷി ഓർ ദീമക് എന്ന കഥ നാം കണ്ടു. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഗജാനൻ മാധവ് മുക്തിബോധിൻ്റെ കാട്ട് കാ സപ്ന എന്ന കഥാസമാഹാരത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു നീണ്ട കഥയായിരുന്നു പക്ഷി ഓർ ദീമക്. ഈ പാഠം പ്രസ്തുത കഥയിലെ ഒരു അംശം മാത്രമായിരുന്നു. ചിതൽ വിൽപ്പനക്കാരനായ ഒരു കാളവണ്ടിക്കാരനും മടിയനും ധിക്കാരിയുമായ ഒരു പക്ഷിയുമായിരുന്നു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അത് ഒരു പ്രതീകാത്മക രചനയാണ്. ഓരോ കഥാപാത്രത്തെയും പ്രതീക രൂപേണ അവതരിപ്പിച്ചുകൊണ്ട് ലേഖകൻ വർത്തമാനകാലത്തെ ജീവിത സന്ദർഭങ്ങളുമായി സംവദിക്കുന്നു. ആയതിനാൽ തന്നെ കാലിക പ്രസക്തമായ ആശയങ്ങളാണ് രചന മുന്നോട്ട് വയ്ക്കുന്നത്. ചിതൽ കഴിക്കുവാനുള്ള താത്പര്യത്താൽ സ്വന്തം അച്ഛൻ്റെ ഉപദേശം പോലും അവഗണിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായ ആ പക്ഷി തൂവലുകൾ പറിച്ചു കൊടുത്ത് പറക്കാൻ പോലും കഴിയാനാകാതെ അവസാനം ഒരു കറുത്ത പൂച്ചയുടെ ഇരയായിത്തീരുന്നു. ജീവിതം അത് ഒന്നേയുള്ളൂ, അത് നന്നായി ജീവിച്ചു തീർക്കുക. ചെറുപ്പക്കാരനായ പക്ഷിക്ക് തൻ്റെ ഭാവിയെക്കുറിച്ചും അസ്തിത്വത്തെക്കുറിച്ചും ചിന്തയില്ല. അവൻ മടിയനാണ്. തെറ്റു മനസ്സിലാക്കി തിരുത്തുവാൻ ശ്രമം അവൻ നടത്തുന്നുണ്ട്. പക്ഷേ അത് വിജയം കണ്ടില്ല. അവൻ്റെ മടിയും എടുത്തുചാട്ടവും അവൻ്റെ നാശത്തിലേക്ക് വഴിതെളിച്ചു. കഥയുടെ അവസാനം കറുത്ത പൂച്ചയുടെ പിടിയിൽ അവൻ അമർന്നു. പക്ഷി ഓർ ദീമക് എന്ന കഥയിലെ മീനിങ്സ് നോക്കി നോക്കാം. പാഠ് 3 പക്ഷി ഓർ ദീമക് മുക്തിബോധ് കഹാനി. മുക്തിബോധിൻ്റെ കഥ പക്ഷി ഓർ ദീമക്. ദീമക് ചിതൽ. ആസ്മാൻ ആകാശം. ദീമക് ചിതൽ ആസ്മാൻ ആകാശം. ഊഞ്ചായി ഉയരം. നിഗാഹ് നോട്ടം. തേസ് തീക്ഷ്ണമായ. ബനക് ചെറിയ ശബ്ദം. ദീമക് ചിതൽ ആസ്മാൻ ആകാശം. ഊഞ്ചായി ഉയരം. നിഗാഹ് നോട്ടം. തേസ് തീക്ഷ്ണമായ. ബനക് ചെറിയ ശബ്ദം. ഫിജൂൽ. ഫിജുൽ വ്യർത്ഥം. ഫിജുൽ വ്യർത്ഥം. തൈർന നീന്തുക. കൈ എത്ര. കിത്ന എന്നർത്ഥം കേട്ടോ. കൈ എത്ര. തന വൃക്ഷത്തിൻ്റെ തായ്തടി. ചഡ്ന കയറുക. ഡാൽ വൃക്ഷക്കൊമ്പ്. ബർദാഷ്ത് കർന സഹിക്കുക. ബർദാഷ്ത് കർന സഹിക്കുക. മൂഹ് വായ്. ഫുർ ചിറകടി ശബ്ദം. ഫുർ ചിറകടി ശബ്ദം. ദബാന അമർത്തുക. ഖരീദ്ന വാങ്ങുക. ഇംതിസാർ കർന പ്രതീക്ഷിക്കുക. ഇംതിസാർ കർന പ്രതീക്ഷിക്കുക. ഗൂബ് ധാരാളം. മഹക് സുഗന്ധം. മഹക് സുഗന്ധം. നൗജുവാൻ യുവാവ്. നൗജുവാൻ യുവാവ്. ജമീൻ ഭൂമി അല്ലെങ്കിൽ തറ. ജമീൻ ഭൂമി അല്ലെങ്കിൽ തറ. ബൈൽഗാഡി കാളവണ്ടി. ബൈൽഗാഡി കാളവണ്ടി. ബോര ചാക്ക്. ചില്ലാനെ ഉറക്കെ പറയുക. ചില്ലാനെ ഉറക്കെ പറയുക. പങ്ക് ചിറക്. ഷൗക്ക് താൽപ്പര്യം. പക്ഷി പക്ഷി. മട്ടിയാല ചെളി നിറഞ്ഞ. മട്ടിയാന എന്നാണ്. മട്ടിയാന ചെളി നിറഞ്ഞ. സുവിധ സൗകര്യം. സുവിധ സൗകര്യം. ബേച്ചിന വിൽക്കുക. മടരാന ചുറ്റിക്കറങ്ങുക. ഉത്തർന ഇറങ്ങുക. ഉത്തർന ഇറങ്ങുക. ഉത്തർന ഓപ്പോസിറ്റ് ചഡ്ന. ചഡ്ന കയറുക. ഉത്തർന ഇറങ്ങുക. സൗദ കച്ചവടം. സൗദ കച്ചവടം. തൈ തീരുമാനം. തൈ തീരുമാനം. ചോംച്ച് കൊക്ക്. ചോംച്ച് കൊക്ക്. ഗീംചിന വലിക്കുക. ഗീംചിന വലിക്കുക.
ഗുച്ഛ ഗുച്ഛ കൂട്ടം. ഗുംബദ് താഴികക്കുടം. ഗുംബദ് താഴികക്കുടം. കംഹോന കുറയുക. കംഹോന കുറയുക. ഗാസ് പുല്ല്. ടപക്ന തുള്ളി തുള്ളിയായി വീഴുക. ഫുദക്ന ചാടിച്ചാടി. ഫുദക്ന ചാടിച്ചാടി നടക്കുക. ഫുദക്ന ചാടിച്ചാടി നടക്കുക. പഹർ യാമം. പഹർ യാമം. ലാസ്റ്റത്തെ രണ്ടെണ്ണം കൂടി. പർ ചിറക്. പക്ഷി എന്ന് പക്ഷിക്ക് പങ്ക് എന്ന ഇതിന് ചിറകാണ്. പർ എന്നാലും ചിറകാണ് കേട്ടോ. പക്ഷിയുടെ പങ്ക് പറഞ്ഞ ചിറകാണ്. പർ എന്ന് പറഞ്ഞാലും ചിറകാണ്. പർ ചിറക്. കീടെ കീടങ്ങൾ. തോടിന പൊട്ടിക്കുക. തക്ലീഫ് ബുദ്ധിമുട്ട്. ചോദ്യോത്തരങ്ങൾ നോക്കാം. फर्स्ट क्वेश्चन, नौजवान पक्षी को कौन सी बात बड़ी सुविधा लगी? नौजवान पक्षी को ചെറുപ്പക്കാരനായ പക്ഷിക്ക് കോൺസി ബാത് ഏതു കാര്യമാണ് ബഡി സുവിധ ലഗി വളരെ സൗകര്യമായി തോന്നിയത്, വളരെ എളുപ്പമായി തോന്നിയത് ഏതു കാര്യമാണ്? നൗജവാൻ പക്ഷി കോ കോൺസി ബാത് ബഡി സുവിധ ലഗി? ഉത്തർ പങ്ക് കെ ബദലെ ദീമക് ഖരീദ് കർ ഗാനെ കി ബാത്. ഏതു കാര്യമാണ്? പങ്ക് കെ ബദലെ തൂവലിനു പകരം, ദീമക് ഖരീദ് കർ ചിതൽ വാങ്ങിയിട്ട്, ഗാനെ കി ബാത്ത് കഴിക്കുന്ന കാര്യം. തൂവലിനു പകരം ചിതൽ വാങ്ങി കഴിക്കുന്ന കാര്യമാണ് ചെറുപ്പക്കാരനായ പക്ഷിക്ക് വളരെ നന്നായി തോന്നിയത്, വളരെ നല്ല സൗകര്യമാണ് എന്ന് തോന്നിയത്. नौजवान पक्षी गाड़ी वाले के प्रलोभन में क्यों फंस गया? नौजवान पक्षी ചെറുപ്പക്കാരനായ പക്ഷി ഗാഡി വാലയ്ക്ക് പ്രലോഭൻ മേം, ഗാഡി വാല വണ്ടിക്കാരൻ, ഗാഡി വാലയ്ക്ക് പ്രലോഭൻ മേം, ഗാഡി വാലയ്ക്ക് വണ്ടിക്കാരൻ്റെ പ്രലോഭനത്തിൽ ക്യോം ഫംസ് ഗയ എന്തുകൊണ്ടാണ് കുടുങ്ങിയത്? ഉത്തർ നൗജവാൻ പക്ഷി ആലസി ഹെ. നൗജവാൻ പക്ഷി ആലസി ഹെ. ചെറുപ്പക്കാരനായ പക്ഷി മടിയനാണ്. ആലസി പറഞ്ഞ മടിയൻ. മെഹനത് കർക്കെ ജീന വഹ് പസന്ത് നഹീം കർത്ത. മെഹനത് കർക്കെ ജീന പരിശ്രമിച്ചിട്ട് ജീവിക്കുക എന്നത് വഹ് പസന്ത് നഹീം കർത്ത അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മെഹനത് കർക്കെ ജീന വഹ് പസന്ത് നഹീം കർത്ത പരിശ്രമിച്ച് ജീവിക്കുക എന്നത് അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജീന പറഞ്ഞ ജീവിക്കുക, പസന്ത് നഹീം കർത്ത പറഞ്ഞ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മൂന്നാമത്തെ, पंगों की संख्या घटने पर नौजवान पक्षी को कौन सी परेशानियां हुई? पंगों की संख्या घटने पर, पंगों की संख्या തൂവലുകളുടെ സംഖ്യ എണ്ണം ഘടനെ പർ കുറഞ്ഞപ്പോൾ നൗജവാൻ പക്ഷിക്കോ കോൺസി പരേഷാനിയാം ഹുയി ചെറുപ്പക്കാരനായ പക്ഷിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്? തൂവലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായ പക്ഷിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു? ഉത്തരം ഉഡ്ന മുഷ്കിൽ ഹോ ഗയ പറക്കുന്നത് ബുദ്ധിമുട്ടായി. സന്തുലൻ സാധ് നഹീം സഖ അതായത് സന്തുലനം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല, ബാലൻസ് കീപ്പ് ചെയ്യാൻ അവന് കഴിയുന്നില്ല. നഹീം സഖ കഴിയുന്നില്ല. ആകാശ് യാത്ര കെ ബീച്ച് ഹംഫ്തെ ഹുയെ ബൈറ്റ് ജാന പട. ആകാശ് യാത്ര കെ ബീച്ച് ആകാശയാത്രയുടെ ഇടയിൽ ഹംഫ്തെ ഹുയെ കിതച്ചുകൊണ്ട് ബൈറ്റ് ജാന പട ഇരിക്കേണ്ടി വന്നു. മിത്രോം കെ സമാൻ ഊഞ്ചായിയോ മേം തൈർക്കർ ആകെ ബഡ് നഹീം സക്ക. മിത്രോം കെ സമാൻ കൂട്ടുകാരെ പോലെ, ഊഞ്ചായിയോം മേം തൈർക്കർ ഉയരങ്ങളിൽ പറന്നിട്ട്, ആകെ ബഡ് നഹീം സക്ക മുന്നേറുവാൻ സാധിക്കുന്നില്ല. നാലാമത്തെ, നൗജവാൻ പക്ഷി അന്ത് മേം കൈസേ ഹുവ ചെറുപ്പക്കാരനായ പക്ഷിയുടെ അവസാനം എങ്ങനെയായിരുന്നു? ഉത്തരം ഏക് കാലി ബില്ലി ആക്കർ പക്ഷി കോ മുഹ് മേം ദബാക്കർ ചലി ഗയി. ഏക് കാലി ബില്ലി ആക്കർ ഒരു കറുത്ത പൂച്ച വന്നിട്ട്, പക്ഷി കോ മുഹ് മേം ദബാക്കർ പക്ഷിയെ വായിൽ അമർത്തിയിട്ട്, ചലി ഗയി പോയി നടന്നു പോയി. അതായത് ഒരു കറുത്ത പൂച്ച വന്ന് ഈ പക്ഷിയെ കടിച്ചു കൊണ്ടുപോയി.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, पिता ने पक्षी को क्या समझाया? पिता ने पक्षी को क्या समझाया? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, पिता ने पक्षी को क्या समझाया? പിതാവ് പക്ഷിയെ എന്താണ് മനസ്സിലാക്കിച്ചത്? ഉത്തരം, पिता ने पक्षी को समझाया कि, അതായത് പിതാവ് പക്ഷിയെ മനസ്സിലാക്കി കൊടുത്തു. എന്തെന്നാൽ കി എന്തെന്നാൽ ദീമകീം ഹമാര സ്വാഭാവിക ആഹാർ നഹീം ഹെ, ചിതലുകൾ ഹമാര നമ്മുടെ സ്വാഭാവിക ആഹാർ നഹീം ഹെ, സ്വാഭാവികമായ ആഹാർ നഹീം ഹേ ആഹാരമല്ല. ഉസ്കെ ലിയെ അപ്നെ പങ്ക് തോ ഹർഗീസ് നഹീ ദിയെ ജാ സക്തെ. ഉസ്കെ ലിയെ അതിനു വേണ്ടിയിട്ട് അപ്നെ പങ്ക് അല്ല അപ്നെ പങ്ക് തൻ്റെ തൂവൽ ഹർഗീസ് പറഞ്ഞ ഒരിക്കലും നഹീം ദിയെ ജാ സക്തെ, ഒരിക്കലും അത് കൊടുക്കാൻ കഴിയില്ല, അതൊരിക്കലും കൊടുത്തു പോകരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ, പക്ഷി अपने पंख देखकर दीमकों गरीदता है, पक्षी के इस व्यवहार पर आपका विचार क्या है? പക്ഷി അപ്നെ പങ്ക് ദേക്കർ, പക്ഷി തൻ്റെ തൂവൽ നൽകിയിട്ട് ദീമകോം ഗരീദത്താ ഹെ, ചിതലുകൾ വാങ്ങുന്നു. പക്ഷിക്ക് ഇസ് വ്യവഹാർ പർ, പക്ഷിയുടെ ഈ പെരുമാറ്റത്തിൽ ആപ്കാ വിചാർ ക്യാ ഹെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താ ആലോചിക്കുന്നതെന്ന്. ഉത്തർ, മേരാ വിചാർ യഹ് ഹേ കി, ഞാൻ ചിന്തിക്കുന്നത് ഇതാണ്. മേരാ വിചാർ യഹ് ഹേ കി, ഞാൻ ഇതാണ് ചിന്തിക്കുന്നത്. എന്തെന്നാൽ പങ്ക് ദേക്കർ ദീമകേം ഗരീദിന മൂർഖതാ ഹി ഹേ, പങ്ക് ദേക്കർ തൂവൽ നൽകിയിട്ട് ദീമകേം ഗരീദിന ചിതലുകൾ വാങ്ങുന്നത് മൂർഖതാ ഹി ഹേ, വിഡ്ഢിത്തം തന്നെയാണ്. എൻ്റെ ചിന്ത ഇതാണ്, എൻ്റെ ചിന്ത, വിചാർ പറഞ്ഞ ചിന്ത, ആലോചന എന്നൊക്കെ അർത്ഥമുണ്ട്. മേരാ വിചാർ യഹ് ഹേ കി, എൻ്റെ ചിന്ത ഇതാണ്. എന്തെന്നാൽ തൂവൽ നൽകിയിട്ട് ചിതലുകൾ വാങ്ങുന്നത് വിഡ്ഢിത്തം തന്നെയാണ്. ക്യോംകി പക്ഷിക്ക് ലിയെ പങ്കും അമൂല്യ ഹേ, ക്യോംകി എന്തുകൊണ്ടെന്നാൽ പക്ഷിക്ക് പങ്കും അമൂല്യഹേ, പങ്ക് അവയുടെ തൂവലുകൾ അമൂല്യമാണ്, വിലപ്പെട്ടതാണ്. പങ്ക് നഹീം തോ വഹ് കൈസേ ഉഡ് സക്താ ഹേ, ചിറകില്ലെങ്കിൽ അവ എങ്ങനെയാണ് പറക്കുക? പങ്ക് നഹീം തോ, തൂവലില്ലെങ്കിൽ അല്ലെങ്കിൽ ചിറക്, പങ്ക് പറഞ്ഞ തൂവൽ, ചിറക് എന്നീ അർത്ഥങ്ങളുണ്ട്. പങ്ക് നഹീം തോ, തൂവലില്ലെങ്കിൽ വഹ് അവൻ, കൈസേ എങ്ങനെ, ഉഡ് സക്താ ഹേ പറക്കാൻ സാധിക്കുക. ദൂസര രണ്ടാമത്തെ, ദീമകി പക്ഷി കാ സ്വാഭാവിക ആഹാർ നഹീം ഹേ, രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിതലുകൾ പക്ഷികളുടെ സ്വാഭാവികമായ ആഹാർ നഹീം ഹേ ആഹാരമല്ല. കൃത്രിം ഭോജൻ കെ പീച്ചെ ഭാഗന ബി ടീക്ക് നഹീം, അതായത് കൃത്രിമമായ ഭക്ഷണത്തിനു പിന്നാലെ, ഭോജൻ കെ പീച്ചെ, ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, കെ പീച്ചെ പറഞ്ഞാൽ പിന്നാലെ, കൃത്രിം ഭോജൻ കെ പീച്ചെ കൃത്രിമമായ ഭക്ഷണത്തിനു പിന്നാലെ, ഭാഗന ഓടുന്നത്, ടീക്ക് നഹീം ഭാഗന ബി ടീക്ക് നഹീം ഓടുന്നത് തന്നെ ടീക്ക് നഹീം ശരിയല്ല. ക്ലിയർ ആയല്ലോ. ഏഴാമത്തെ, नौजवान पक्षी आसमान में उड़ना मूर्खता मानने लगा, पक्षी के इस मनोभाव पर आपने राय लिखी. നൗജവാൻ പക്ഷി ചെറുപ്പക്കാരനായ പക്ഷി ആസ്മാൻ മീം ഉഡ്ന ആകാശത്തിൽ പറക്കുന്നത് മൂർഖത മാന്യലക വിഡ്ഢിത്തമാണെന്നു കരുതുന്നു. പക്ഷിക്ക് ഇസ് മനോഭാവ് പർ ആപ്നി റായ് ലിഖി, പക്ഷിയുടെ ഈ ചിന്തയെക്കുറിച്ച്, ഈ മനോഭാവത്തെക്കുറിച്ചിട്ട് അഭിപ്രായം എഴുതൂ. ഉത്തർ, നൗജവാൻ പക്ഷി യുവ പീഡിക്ക് പ്രതിനിധി ഹെ, ചെറുപ്പക്കാരനായ പക്ഷി, നൗജവാൻ പക്ഷി ചെറുപ്പക്കാരനായ പക്ഷി, യുവ പീഡിക്ക് പുതിയ തലമുറയുടെ പ്രതിനിധി ഹെ പ്രതിനിധിയാണ്, प्रतीकമാണ്. बिना मेहनत से आसानी मिलने वाले भोजन से वह संतुष्ट हो जाता है. बिना मेहनत से പരിശ്രമമില്ലാതെ തന്നെ ആസാനി മിൽനെ വാലെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഭോജൻ സേ ഭക്ഷണം കൊണ്ട് വഹ് സന്തുഷ്ട ഹോ ജാത്താ ഹെ അവൻ സന്തുഷ്ടനാകുന്നു. ആസ്മാൻ മീം ഉഡ്കർ അപ്നാ സ്വാഭാവിക ഭോജൻ കർന വഹ് മൂർഖത മാൻതാ ഹെ. ആസ്മാൻ മീം ഉഡ്കർ ആകാശത്തിൽ പറന്നിട്ട്, ഉഡ്കർ പറഞ്ഞ പറന്നിട്ട്, അപ്നാ സ്വാഭാവിക ഭോജൻ തൻ്റെ സ്വാഭാവികമായ ഭക്ഷണം, ഭോജൻ കർണ ഭക്ഷണം കഴിക്കുക എന്നത് വഹ് മൂർഖത മാൻത അത് അവൻ വിഡ്ഢിത്തമായി കരുതുന്നു.
യഹ് തോ ടീക്ക് നഹിം, ഇത് ശരിയല്ല. പ്രലോഭൻമേം ഫംസ്കർ, പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിട്ട് അപ്ന ജീവൻ നഷ്ട കർണ മൂർഖത ഹി ഹേ, തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതാണ് വിഡ്ഢിത്തം. പ്രലോഭനം ഫംസ്കർ അപ്ന ജീവൻ നഷ്ട കർണ മൂർഖത ഹി ഹേ, പ്രലോഭനത്തിൽ കുടുങ്ങിയിട്ട് തൻ്റെ ജീവിതം നഷ്ടമാക്കുന്നത് തന്നെയാണ് വിഡ്ഢിത്തം. ഏഴ് ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. പക്ഷി കെ വിചാർ നോക്കി നോക്കാം. പക്ഷീനെ ഇസ് പ്രകാർ സോച്ചാ ഹോഗാക്കി, പക്ഷിയുടെ ചിന്ത എന്താണെന്നാണ്. പക്ഷിക്ക് വിചാരം, പക്ഷിയുടെ ചിന്ത. പക്ഷീനെ ഇസ് പ്രകാർ സോച്ചാ ഹോഗാക്കി പങ്ക് ദേക്കർ ദീമകോം ഗരീദന അച്ഛാ നഹീം, പക്ഷി എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക അവസാനത്തിൽ? പക്ഷീനെ ഇസ് പ്രകാർ സോച്ചാ ഹോഗാക്കി, പക്ഷി ഇപ്രകാരം സോച്ചാ ഹോഗാക്കി ചിന്തിച്ചിട്ടുണ്ടാകും. കി എന്തെന്നാൽ പങ്ക് ദേക്കർ ദീമകോം ഗരീദന അച്ഛാ നഹി, തൂവൽ നൽകിയിട്ട് ദീമകോം ഗരീദന ചിതലുകൾ വാങ്ങുന്നത് അച്ഛാ നഹി നല്ലതല്ല. പങ്ക് ദേത്തെ മീം കിതന കംസോർ ഹോ ഗയാ, പങ്ക് ദേത്തെ തൂവൽ നൽകി, മേം ഞാൻ, കിതന കംസോർ ഹോ ഗയ ഞാൻ എത്ര ദുർബലനായിപ്പോയി. അബ് മേം ഉഡ് ബി നഹീം സക്ത, ആബല്ല അബാണ് കേട്ടോ, ആ ദീർഘം അവിടെ വേണ്ട. അബ് മേം ഉഡ് ബി നഹീം സക്ത, ഇപ്പോൾ എനിക്ക് പറക്കാൻ പോലും കഴിയുന്നില്ല. ദീമക് ഗാനേക്ക് ഇച്ഛാസേ, ദീമക് ചിതൽ ഗാനേക്ക് ഇച്ഛ കഴിക്കുവാനുള്ള ആഗ്രഹത്താൽ, മേം നെ ഞാൻ, പിതാജിക്ക് ബാത്തേം ബി നഹീം മാനി അച്ഛൻ്റെ വാക്ക് കേട്ടില്ല, അച്ഛൻ്റെ വാക്ക് പോലും അനുസരിച്ചില്ല. ചിതൽ കഴിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ വാക്ക് പോലും അനുസരിച്ചില്ല. മേഹനത്ത് കർക്കെ ജീനാഹി ഉചിത് ഹേ, മേഹനത്ത് കർക്കെ പരിശ്രമിച്ച്, ജീനാഹി ജീവിക്കുക തന്നെയാണ്, ഉചിത് ഹേ ഉചിതമായത്. അബ് ഗൂബ് സബ് മേരി ഗൽത്തീതി, ഇപ്പോൾ നടന്നതെല്ലാം, ഇപ്പോൾ ഉള്ളതെല്ലാം എല്ലാം എൻ്റെ തെറ്റായിരുന്നു. അബ് ഗൂബ് പറഞ്ഞ ധാരാളം എന്നാണ്, സബ് പറഞ്ഞ എല്ലാം. ഇപ്പോൾ നടന്നതെല്ലാം മേരി ഗൽത്തീതി എൻ്റെ തെറ്റായിരുന്നു. മെഹനത്ത് സേ ദീമകേം ചുൻകർ ഗാഡി വാലേക്കോ ദേങ്കെ ഓർ മേരാ പങ്ക് വാപ്പസ് ലേങ്കെ, പരിശ്രമം കൊണ്ട് ദീമകേം ചുൻകർ ചിതലുകൾ തെരഞ്ഞിട്ട്, ഗാഡി വാലേക്കോ വണ്ടിക്കാരന് ദേങ്കെ നൽകാം, ഓർ മേരാ പങ്ക് വാപ്പസ് ലേങ്കെ എൻ്റെ തൂവൽ തിരിച്ചു വാങ്ങാം. തബ് സബ് ടീക്ക് ഹോ ജായേംഗെ, അപ്പോൾ എല്ലാം ശരിയാകും. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഗാഡി വാലേക്ക് വിചാർ. വണ്ടിക്കാരൻ്റെ ചിന്ത. യഹ് പക്ഷി കിതന മൂർക്ക് ഹേ ലേ, യഹ് പക്ഷി കിതന മൂർക്ക് ഹേ, ഈ പക്ഷി എത്ര വിഡ്ഢിയാണ്. ദീമകോം കേലിയെ പങ്ക് ദേത്താ ഹേ, ചിതകൾക്ക് വേണ്ടിയിട്ട് ചിറക് നൽകുന്നു. ദീമകോം കേലിയെ ചിതലുകൾക്ക് വേണ്ടിയിട്ട് പങ്ക് ദേത്താ ഹേ, ദീമകോം കേലിയെ ചിതലുകൾക്ക് വേണ്ടിയിട്ട് പങ്ക് ദേത്താ ഹേ തൂവൽ നൽകുന്നു. പങ്ക് നഹീം തോ വഹ് കൈസേ ഉഡ്താ ഹേ, ചിറകില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് പറക്കുന്നത്. ബേചാര പാവം. വഹ് അപ്ന സ്വാഭാവിക ഭോജൻ ചോഡ്കർ കൃത്രിം ഭോജൻ കെ പീച്ചെ ഭാഗ്താ ഹേ. വഹ് അപ്ന സ്വാഭാവിക ഭോജൻ ചോഡ്കർ, വഹ് അവൻ, അപ്ന സ്വാഭാവിക ഭോജൻ തൻ്റെ സ്വാഭാവികമായ ഭക്ഷണം ചോഡ്കർ ഉപേക്ഷിച്ച്, കൃത്രിം ഭോജൻ കെ പീച്ചെ ഭാഗ്താ ഹേ കൃത്രിമമായ ഭക്ഷണത്തിനു പിന്നാലെ ഓടുന്നു. കിതനി ആസാനീസെ എത്ര എളുപ്പത്തിലാണ്, വഹ് അവൻ, മേരെ പ്രലോഭൻമേ ഫംസ് ഗയാ എൻ്റെ പ്രലോഭനത്തിൽ വീണത്, കുടുങ്ങിപ്പോയത്. വർത്തമാൻ ദുനിയ ഐസാ ഹേ, വർത്തമാന ലോകം ഇങ്ങനെയാണ്. ബദൽത്തെ പരിവേഷ് മേം സബ് ബനാവട്ടി ചീസേ പസന്ത് കർത്തേ ഹേ. ബദൽത്തെ പരിവേഷ് മാറുന്ന ചുറ്റുപാട്. ബദൽത്തെ പരിവേഷ് മേം മാറുന്ന ചുറ്റുപാടിൽ, സബ് ബനാവട്ടി എല്ലാം, ബനാവട്ടി ചീസേ പസന്ത് കർത്തേ ഹേ എല്ലാവരും, ബനാവട്ടി ചീസേ കൃത്രിമമായ വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നു. മാറുന്ന ചുറ്റുപാടിൽ എല്ലാവരും കൃത്രിമമായ വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നു. ചീസേ പറഞ്ഞ വസ്തുക്കൾ, ബനാവട്ടി പറഞ്ഞ കൃത്രിമമായ.
वह नहीं जानता है कि इसका परिणाम कितना भयानक होगा. വഹ നഹീം ജാൻതാ ഹെ കി അവൻ അറിയുന്നില്ല എന്തെന്നാൽ ഇസ്കാ പരിണാം കിത്ന ഭയാനക ഹോഗ ഇതിൻ്റെ പരിണാമം എത്ര ഭയാനകമാകും. सचमुच यह पक्षी प्रलोभन में जल्दी फंसने वाला आधुनिक समाज का प्रतीक है. सचमुच സത്യത്തിൽ യഹ് പക്ഷി ഈ പക്ഷി പ്രലോഭൻ മേം ജൽദി ഫംസ്നെ വാല പ്രലോഭനങ്ങളിൽ വേഗത്തിൽ കുടുങ്ങിപ്പോകുന്ന ആധുനിക സമാജ് കാ പ്രതീക് ഹെ ആധുനിക സമൂഹത്തിൻ്റെ പ്രതീക് ഹെ പ്രതീകമാണ്. वह अपना भविष्य और अस्तित्व के बारे में सोचता ही नहीं. वह അവൻ अपना ഭവിഷ്യ തൻ്റെ ഭാവിയും ഓർ അസ്തിത്വ പറഞ്ഞാൽ നിലനിൽപ്പ് തൻ്റെ ഭാവിയെക്കുറിച്ചും നിലനിൽപ്പിനെ പറ്റിയും കെ ബാരേമേം പറഞ്ഞ പറ്റിയും സോച്ച്താ ഹി നഹീം ചിന്തിക്കുന്നേയില്ല. ബേകൂഫ് വിഡ്ഢി. അർത്ഥം മനസ്സിലായല്ലോ? വണ്ടിക്കാരൻ്റെ ചിന്തയാണിത് കേട്ടോ. प्रश्न 1. पक्षी अपने पंख देकर दीमक लेता है. यहाँ पक्षी का कौन सा मनोभाव प्रकट होता है? പക്ഷി തൻ്റെ തൂവലുകൾ നൽകി ചിതൽ വാങ്ങുന്നു. ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാവുന്നത്? उत्तर. नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. ചെറുപ്പക്കാരനായ പക്ഷിക്ക് ചെറുപ്പക്കാരനായ പക്ഷിക്ക് अपने भविष्य തൻ്റെ ഭാവിയെക്കുറിച്ചും और अस्तित्व के संबंध में अस्तित्व നിലനിൽപ്പിനെ സംബന്ധമേം കുറിച്ചും कोई चिंता नहीं है യാതൊരു ചിന്തയുമില്ല. कोई मेहनत किए बिना आसानी से मिलने वाले भोजन से संतुष्ट होने का मनोभाव उसमें है. कोई मेहनत किए बिना യാതൊരു പരിശ്രമവുമില്ലാതെ ബിന പറഞ്ഞ കൂടാതെ ആസാനീസെ എളുപ്പത്തോടെ മിൽനെ വാലെ ലഭിക്കുന്ന ഭോജൻ സേ ഭക്ഷണം കൊണ്ട് സന്തുഷ്ട ഹോനേക്ക മനോഭാവ് ഉസ്മേം ഹെ സന്തുഷ്ടനാവുക എന്ന മനോഭാവമാണ് ഉസ്മേം ഹെ അവനിലുള്ളത്. ക്ലിയർ ആയല്ലോ? വളരെ എളുപ്പത്തിൽ പണിയൊന്നും എടുക്കാതെ ഭക്ഷണം ലഭിക്കുമല്ലോ എന്ന് അതും കഴിച്ച് സന്തോഷവാനാവുക എന്ന വിചാരം മാത്രമാണ് നമ്മുടെ ഈ പക്ഷിക്ക് ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം. दीमके हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. इस कथन के आधार पर वर्तमान संस्कृति का विश्लेषण करें. ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. അവയ്ക്കു വേണ്ടി സ്വന്തം ചിറകുകൾ അല്ലെങ്കിൽ തൂവലുകൾ ഒരു കാരണവശാലും നൽകാൻ സാധിക്കില്ല. ഇവിടെ എന്ത് വാസ്തവമാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? इस कथन के आधार पर वर्तमान संस्कृति का विश्लेषण करें. നോക്കി നോക്കാം. उत्तर. यहाँ हमारी गाद्य संस्कृति की और संकेत किया गया है. यहाँ हमारी गाद्य संस्कृति की और संकेत किया गया है. यहाँ ഇവിടെ हमारी गाद्य संस्कृति की और നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ और संकेत किया गया है सूचिപ്പിക്കുന്നു. हम अपने स्वाभाविक आहार को छोड़कर फास्ट फूड संस्कृति के पीछे भाग रहे हैं. हम अपने स्वाभाविक आहार को छोड़कर നമ്മൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരത്തെ ചോടുക്കർ ഉപേക്ഷിച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കൃതിക്ക് പീച്ചെ ഭാഗ് രഹേ ഹേ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് പിന്നാലെ പീച്ചെ പറഞ്ഞ പിന്നാലെ ഭാഗ് രഹേ ഹേ മോടിക്കൊണ്ടിരിക്കുന്നു. ഷുരൂമേ ബഡി രസീലി ലഗേഗി ഷുരൂമേ ആരംഭത്തിൽ ബഡി വളരെ രസീലി ലഗേഗി രസകരമായിരിക്കും. ലേക്കിൻ എന്നാൽ അന്തിം പരിണാം ഭയാനക് ഹോഗ അവസാന പരിണാമം ഫലം അനന്തരഫലം ഭയാനകമായിരിക്കും. അവസാനം അത് വളരെ ഭയാനകമായിരിക്കും. ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 20 പേജ് നമ്പർ 20
അഭ്യാസം നോക്കി നോക്കാം. നമൂനയ്ക്ക് അനുസാർ കഹാനി സെ പ്രസംഗോം കോ ചുൻകർ ലിഖിയെ എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രസംഗോം കാ സഖി മിലാൻ കറിയും ചേരും പിടി ചേർക്കാൻ അവിടെ പറയണത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കത് തിരഞ്ഞെടുത്ത് എഴുതണം. നോക്കി നോക്കാം. ഉത്തരം ഇവിടെ ഓൾറെഡി ഉണ്ട്, ശ്രദ്ധിക്കുക. വ്യവഹാർ പറഞ്ഞ പ്രവൃത്തി പെരുമാറ്റം. ഒന്നാമത്തെ കോളത്തിൽ വ്യവഹാർ എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ സന്ദർഭം പ്രസംഗ് പറഞ്ഞാൽ സന്ദർഭം. നോക്കി നോക്കാം. ഒന്നാമത്തതിൽ അലസതാപൂർണ്ണ കാര്യകർണ അതായത് ആലസ്യത്തോടെ അതായത് മടിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അലസതാപൂർണ്ണ കാര്യകർണ പറഞ്ഞാൽ വളരെ മടിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. കോളത്തിലെ മുഴുവൻ ഞാൻ ആദ്യം വായിച്ചു തരാം. രണ്ടാമത്തെ താത്കാലിക ലാഭ് കേലിയെ അസ്തിത്വ നഷ്ടകർണ. താത്കാലിക ലാഭ് കേലിയ പെട്ടെന്നുള്ള ലാഭത്തിനായി അസ്തിത്വം നഷ്ടപ്പെടുത്തുക. പെട്ടെന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിലനിൽപ്പ് തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുക. മൂന്നാമത്തെ ഇതിൽ ബഡോം കി ബാത്തോം കോ ബിനാ സൂച് സമജ് കെ ധിക്കാർന. എന്താണ്? അവിവേകത്താൽ മുതിർന്നവരുടെ വാക്കുകളെ ധിക്കരിക്കുക. മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കാതിരിക്കുക. ബഡോം കി ബാത്തോം കോ ബിനാ സൂച് സമജ് കെ ധിക്കാർന. ധിക്കരിക്കുക അവരുടെ വാക്കുകൾ. അടുത്തത് പ്രലോഭന്മേം പൂരി തരഹ് ഫംസ് ജാന. പ്രലോഭനങ്ങളിൽ പൂരി തരഹ് പൂർണ്ണമായും ഫംസ് ജാന അകപ്പെടുക. ഫംസ് ജാന പറഞ്ഞാൽ അകപ്പെടുക അല്ലെങ്കിൽ കുടുങ്ങിപ്പോവുക. അടുത്തത് അപ്നി ഗൽത്തിയോം പർ സഫായി ഗോജിന. അപ്നി ഗൽത്തിയോം പർ തൻ്റെ തെറ്റുകൾ സ്വയം തെറ്റുകളെ സഫായി ഗോജിന ന്യായീകരിക്കുക. സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുക. നെക്സ്റ്റ് ഗോയെ ഹുയെ അസ്തിത്വ കോ ഫിർസെ പാനെ കി കോശിഷ് കർണ. ഗോയെ ഹുയെ നഷ്ടപ്പെട്ട അസ്തിത്വം ഫിർസെ വീണ്ടും പാനേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കോശിഷ് കർണ പ്രയത്നിക്കുക. അടുത്തത് ധോക്കേബാജി കോ പഹ്ചാൻ കർ നിരാശ് ഹോന. ധോക്കേബാജി കോ വഞ്ചന, പഹ്ചാൻ കർ തിരിച്ചറിഞ്ഞ്, നിരാശ് ഹോന നിരാശനാവുക. നമുക്കിവിടെ പെരുമാറ്റം തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട സാഹചര്യം സന്ദർഭം ഏതാണെന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിന് നേരെ എഴുതിയ തെറ്റാണ്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. വ്യവഹാർ പ്രസംഗ് നമ്മൾ നേരത്തെ കണ്ടു. അലസതാപൂർണ്ണ കാര്യകരണം ഒന്നാമത്തെ കോളത്തിൽ. അതിന് നേരെ നിങ്ങൾ എന്ത് എഴുതണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേമാതിരി തന്നിട്ടുണ്ട്. നൗജവാൻ പക്ഷിക്കോ ലഗ യഹ് ബഹുത്ത് बड़ी सुविधा है कि एक आदमी दीमकों को बोरों में ഭർക്കർ ബേച്ച് രഹാ ഹേ. അതായത് ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി ഇത് വളരെ സൗകര്യമുള്ള കാര്യമാണ്. എന്തെന്നാൽ ഒരു മനുഷ്യൻ ചിതലുകളെ ചാക്കിൽ നിറച്ചിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് അലസതാപൂർണ്ണ കാര്യകാരണ. നെക്സ്റ്റ് നോക്കാം. താത്കാലിക ലാഭ് കേലിയ അസ്തിത്വ നഷ്ടകർണ. അതായത് താൽക്കാലികമായ ലാഭം ലഭിക്കാൻ വേണ്ടിയിട്ട് നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുത്തുക. അതിന് നേരെ എന്ത് എഴുതണം? ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്കർ ദോ ദീമക്കെ ഗരീദ് ലേത. അല്ലേ? താൽക്കാലികം സുഖത്തിന് വേണ്ടിയിട്ടാണ് അവൻ തൻ്റെ ചിറക് നൽകിയിട്ട് ചിതലുകൾ വാങ്ങുന്നത്. അപ്പോൾ എഴുതിക്കോളുക. ഗാഡി വാലേക്കോ ഏക്ക് പങ്ക് ദേക്കർ ദോ ദീമകെ ഗരീദ് ലേത. വണ്ടിക്കാരനെ ഒരു തൂവൽ നൽകിയിട്ട് 2 ചിതലുകൾ വാങ്ങുന്നു. മൂന്നാമത്തെ ബഡോം കി ബാത്തോം കോ ബിന സൂജ് ബൂജ് കെ ധിക്കാർന. പറഞ്ഞു ഞാൻ അല്ലേ. വലിയവരുടെ വർത്തമാനം കേൾക്കാതെ അവർ പറഞ്ഞത് അനുസരിക്കാതെ ധിക്കരിക്കുക. नौजवान पक्षी ने बड़े ही गर्व से अपना मुँह दूसरी ओर कर दिया അല്ലേ. കർലിയ നമ്മൾ കഥയിൽ കണ്ടു. അച്ഛൻ ഉപദേശിച്ചു മകനെ അല്ലേ. അപ്പോൾ എന്താ അവൻ ചെയ്തത്? വളരെ അഹങ്കാരത്തോടു കൂടി മുഖം തിരിച്ചു കളഞ്ഞു. എഴുതിക്കോള. നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ അപ്നാ മൂഹ് ദൂസരി ഓർ കർലിയ. ചെറുപ്പക്കാരനായ പക്ഷി വളരെ ഗർവോടുകൂടി അഹങ്കാരത്തോടു കൂടി തൻ്റെ മുഖം വേറൊരു ദിക്കിലേക്ക് തിരിച്ചു, വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു. നെക്സ്റ്റ് പ്രലോഭന്മേം പൂരി തര ഫംസ്ഥാന. പ്രലോഭനത്തിൽ പൂർണ്ണമായി അകപ്പെടുക.
എന്തെഴുതാം? അബു ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ നഫൽ ന അനാജ് കെ ദാനെ ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ. അബു ഉസേൻ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ അല്ലേ? ഇപ്പോൾ അവന് ന തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ മറ്റുള്ള കീടങ്ങൾ നന്നായി തോന്നിയില്ല. നഫൽ ഫലങ്ങളും ന അനാജ് കെ ദാനെ ധാന്യമണികളും ഒന്നും അവന് നന്നായി തോന്നിയില്ല. ദീമകോം കാ ഷൗക്ക് അബു ഉസ് പർ ഹാവി ഹോ ഗയാത. ചിതലുകളോടുള്ള താല്പര്യം അവനിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, അപ്നി ഗൽത്തിയോം പർ സഫായി ഗോചന തൻ്റെ തെറ്റുകളെ ന്യായീകരിക്കുക. എന്തെഴുതാം? ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹേ. അതായത് അവൻ ചിന്തിച്ചു എന്തെന്നാൽ ആകാശത്തിൽ പറക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ്, ഒരു പ്രയോജനം. ഫിസൂൽ ഹേ പറഞ്ഞ പ്രയോജനമില്ലാത്ത കാര്യമാണ്. ബഹു മൂർഖോം കാ കാം ഹെ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. അപ്പനി ഗൽത്തിയോം പർ സഫായി ഗോജന തൻ്റെ തെറ്റുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക. സഫായി ഗോജന അപ്പനി ഗൽത്തിയോം പർ സഫായി ഗോജന ഗോയെ ഹുയ അസ്തിത്വക്കോ ഫിർസെ പാനേക്ക് കോശിഷ് കർന നഷ്ടപ്പെട്ടു പോയ നിലനിൽപ്പിനെ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെഴുതാം? വഹ് ഗൂബ് മെഹനത്ത് സെ ജമീൻ മേം സെ ദീമകേം ചുൻ ചുൻകർ ഗാനിക്കെ ബജായ് ഉനെ ഇക്കട്ട കർണേ ലഗ. അവൻ വളരെ പരിശ്രമത്തോടു കൂടി നിലത്തിൽ നിന്ന് ചിതലുകളെ തിരഞ്ഞെടുത്ത് തിന്നാതെ ശേഖരിക്കാൻ തുടങ്ങി. ഉനെ ഇക്കട്ട കർണേ ലഗ പറഞ്ഞ അവയെ ശേഖരിക്കാൻ തുടങ്ങി. അടുത്തത് ദോക്കെ ബാജിക്കോ ബഹ്ജാൻക്ക് നിരാശ ഹോന ചതി തിരിച്ചറിഞ്ഞ് അല്ലെ വിഷമിക്കുക, നിരാശനാകുക. എന്തെഴുതാം? ഗാഡിവാല ചലാ ഗയ പക്ഷി ചട്പടാക്കർ രഹ് ഗയ. ഗാഡിവാല ചലാ ഗയ ഗാഡിവാല വണ്ടിക്കാരൻ നടന്നു പോയി, പക്ഷി ചട്പടാക്കർ രഹ് ഗയ. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷി ഓർ ദീമക് കഹാനി മേ യേ കിൻ കിൻ കാ പ്രതിനിധിത്വ കർത്തേ ഹേ. പക്ഷിയും ചിതലും എന്ന കഥയിൽ ഇവ ആരെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം, ഗാഡിവാല വണ്ടിക്കാരൻ ആരെയാ പ്രതിനിധീകരിക്കുന്നത്? വ്യാപാരി അല്ലെങ്കിൽ ഉദ്യോഗപതി അല്ലേ? വ്യാപാരി അല്ലെങ്കിൽ ഉദ്യോഗപതി. നെക്സ്റ്റ്, പക്ഷിയോ? പക്ഷി നൗജുവാൻ അല്ലേ? ചെറുപ്പക്കാരനായ ഒരാളെ, ചെറുപ്പക്കാരനെ. പക്ഷി നൗജുവാൻ. ദീമക് പറഞ്ഞാൽ ചിതൽ പ്രലോഭനാണ് അല്ലേ? പ്രലോഭനം. പങ്ക് പറഞ്ഞാൽ തൂവൽ അല്ലെങ്കിൽ ചിറക്, അത് നമ്മുടെ അസ്തിത്വം അല്ലേ? നിലനിൽപ്പാണത് അവിടെ അല്ലേ? ബില്ലി ആരെ പ്രതിനിധാനം ചെയ്യുന്നത്? ശോഷക് ചൂഷണം ചെയ്യുന്നവരെ അല്ലേ? ശോഷക് ചൂഷണം ചെയ്യുന്നവരെയാണ് ഇവിടെ ബില്ലി പ്രതിനിധാനം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നോക്കാം. आज के ज़माने में पक्षी और दीमक कहानी की प्रासंगिकता कहाँ तक है ചർച്ച करके ടിപ്പണി ലിഖേ. ഇന്നത്തെ കാലത്ത് പക്ഷിയും ചിതലും കഥയുടെ പ്രസക്തി എത്രത്തോളമുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. നോക്കി നോക്കാം ഉത്തരം. अस्तित्व बनाए रखने की मांग करने वाली कहानी पक्षी और दीमक. अस्तित्व बनाए रखने की मांग करने वाली कहानी നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കുക എന്ന് ആവശ്യപ്പെടുന്ന കഥ. നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കുക എന്ന് ആവശ്യപ്പെടുന്ന കഥ. എന്താ കഥയുടെ പേര്? പക്ഷി ഓർ ദീമക്, പക്ഷിയും ചിതലും. മുക്തിബോധ് സേ ലിഖി ഗയി പ്രസിദ്ധ കഹാനി ഹേ പക്ഷി ഓർ ദീമക്. മുക്തിബോധ് എഴുതിയ പ്രസിദ്ധമായ ഒരു കഥയാണ് പക്ഷി ഓർ ദീമക്. इसमें एक नौजवान पक्षी अपना पंख देकर दीमक खरीद कर गाने लगता है. इसमें ഇതിൽ एक नौजवान പക്ഷി ഒരു ചെറുപ്പക്കാരനായ പക്ഷി अपना पंख देकर തൻ്റെ തൂവൽ നൽകിയിട്ട് ദീമക് ഖരീദ് ചിതൽ വാങ്ങിയിട്ട് ഗാനെ ലഗ്തേ ഹേ കഴിക്കാൻ തുടങ്ങുന്നു. अपने माता पिता के उपदेश तक को वह सुनता नहीं है. अपने മാതാപിതാക്കെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉപദേശം വരെ വഹ് സുൻതാ നഹീം ഹെ അവൻ കേൾക്കുന്നില്ല. അന്ത് മേ പങ്ക് സബ് നഷ്ട ഹോനെ പർ വഹ് ചട്പടാത്താ ഹെ.
അന്തിമേം അവസാനത്തിൽ പങ്ക് സബ് നഷ്ട ഹോനെ പർ ചിറക് എല്ലാം നഷ്ടമായി വഹ് ചട്പടാത്ത ഹെ അവൻ പരിഭ്രമിക്കുന്നു. ചട്പടാന പറഞ്ഞ പരിഭ്രമിക്കുന്നു. ദീമകോം കോ ഇക്കട്ടാ കർക്കെ ഉസ്കെ ബദലെ വ്യാപാരി സെ പങ്ക് വാപ്പസ് ലേനെ കാ വിഫൽ പ്രയാസ് വഹ് കർത്താ ഹെ. ദീമകോം കോ ഇക്കട്ടാ കർക്കെ ചിതലുകളെ ശേഖരിച്ചിട്ട് ഉസ്കെ ബദലെ അതിനു പകരമായി വ്യാപാരി സെ വ്യാപാരിയിൽ നിന്ന് പങ്ക് വാപ്പസ് ലേനെ കാ തൂവല് തിരിച്ചു വാങ്ങുവാനുള്ള വിഫൽ പ്രയാസ് വഹ് കർത്താ ഹെ പ്രയത്നവും അവൻ ചെയ്യുന്നുണ്ട്. വിഫലമായ നടക്കാത്ത പ്രയത്നവും അവൻ ചെയ്യുന്നു. ലേക്കിൻ വഹ് ധോക്കാ ഗാത്താ ഹെ എന്നാൽ അവൻ വഞ്ചിതനാകുന്നു. അന്തുമേ വഹ് എക് കാലി ബില്ലി സെ പക്കടാ ജാത്താ ഹെ അവസാനം അവൻ എക് കാലി ബില്ലി സെ ഒരു കറുത്ത പൂച്ചയാൽ പിടിക്കപ്പെടുന്നു. ऊपर से देखने पर यह एक ഫാൻറ്റസി सा लगता है മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഫാൻറ്റസിയായി തോന്നും. लेकिन कहानी की गहराई पर जाते वक्त हम समझ सकते हैं कि यह फैंटसी नहीं बल्कि वर्तमान वास्तविकता है. लेकिन എന്നാൽ കഹാനിക്ക് ഗഹരായി പർ ജാത്തെ വക്ത് കഥയുടെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് വക്ത് പറഞ്ഞ പോകുന്ന സമയത്ത് ജാത്തെ വക്ത് പോകുന്ന സമയത്ത് ഹം സമജ് സക്തേ ഹേ കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കി എന്നാൽ യഹ് ഫാൻറ്റസി നഹിം ഇത് ഫാൻറ്റസി അല്ല ബൽക്കി വർത്തമാൻ വാസ്തവികത ഹേ എന്നാൽ വർത്തമാൻ വാസ്തവികത ശരി സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വർത്തമാൻ വാസ്തവികത ഹേ വർത്തമാൻ വാസ്തവികത ഹേ ആജ്കൽ കോർപ്പറേറ്റ് ഹമേ ലൂട്ട് രഹേ ഹേ ഇന്ന് ആജ്കൽ പറഞ്ഞ ഇന്ന് കോർപ്പറേറ്റ് നമ്മെ കൊള്ളയടിക്കുന്നു. വിജ്ഞാപൻ കെ ജരിയെ ഹമാരെ സാമനെ കൈ പ്രലോഭൻ പ്രസ്തുത കർത്തേ ഹേ പരസ്യ മുഖേന ജരിയെ പറഞ്ഞ പരസ്യ മുഖേന ഹമാരെ സാമനെ നമ്മുടെ മുന്നിൽ കൈ പ്രലോഭൻ ഒരുപാട് പ്രലോഭനങ്ങൾ പ്രസ്തുത കർത്തേഹെ അവതരിപ്പിക്കുന്നു. ഹം നൗജവാൻ ബിനാ സോച്ചേ സംജേ ഉസ്മേ ഫംസ് ജാത്തേഹെ ഹം നൗജവാൻ നമ്മൾ ചെറുപ്പക്കാർ ബിനാ കൂടാതെ എന്തുകൂടാതെ സോച്ചേ സമജേ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ഉസ്മേ ഫംസ് ജാത്തേഹിം അതിൽ അകപ്പെടുന്നു. അന്തമേ ഹം അപ്ന അസ്തിത്വ ഗോത്തേഹിം അവസാനം അന്തമേ പറഞ്ഞ അവസാനം ഹം നമ്മൾ അപ്ന അസ്തിത്വ നമ്മുടെ അസ്തിത്വം ഗോത്തേഹെ നഷ്ടപ്പെടുത്തുന്നു. ജബ് ഹം അപ്പനി ഗൽത്തി സമജ്തേ ഹേ എപ്പോഴാണോ നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുന്നത് തബ് തക്ക് സബ് കുച്ച് നഷ്ട ഹോ ജാത്തേ ഹേ അപ്പോഴേക്കും എല്ലാം നഷ്ടമാകുന്നു. എപ്പോഴാണോ നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുക അപ്പോഴേക്കും നമ്മുടെ നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആജ് കെ ജമാനെ മേ യഹ് കഹാനി ബിൽക്കുൽ പ്രാസംഗിക് ഹേ ആജ് കെ ജമാനെ മേ ഈ കാലത്ത് യഹ് കഹാനി ഈ കഥ ബിൽക്കുൽ തീർച്ചയായും പ്രാസംഗിക സന്ദർഭോചിതമാണ്. ഈ കാലത്തിനോട് ഉചിതമായ ഒരു കഥ തന്നെയാണ് നമ്മുടെ മുക്തിബോധിൻ്റെ പക്ഷി ഓർ ദീമക് എന്ന രസകരമായ കഹാനി. പ്രശ്ന 5 പക്ഷി ഓർ ദീമക് കഹാനി കോ ഫിൽമാനെ കെ ലിയെ പട്കഥ തയ്യാർ കരേ പക്ഷിയും ചിതലും എന്ന കഥ സിനിമയാക്കുന്നതിന് തിരക്കഥ തയ്യാറാക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സിനിമയാക്കുന്നതിന് തിരക്കഥ തയ്യാറാക്കാം എന്നല്ല വരിക, ഒരു ഭാഗം തന്നിട്ട് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കാൻ വരും. അതല്ല എന്നുണ്ടെങ്കിൽ സംഭാഷണം എഴുതാനും വരും അല്ലേ. അപ്പോൾ തിരക്കഥ പഠിച്ച 2 കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇതിലുള്ള സംഭാഷണം എഴുതാം. അപ്പോൾ നമുക്ക് ദൃശ്യം അതിലെ കഥാപാത്രങ്ങളൊന്നും പ്രത്യേകം എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ തമ്മിലുള്ള സംഭാഷണം മാത്രം മതി. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് സംഭാഷണം വരാറുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ദൃശ്യ 1 ഒന്നാം രംഗം സബേരെ കാ ആകാശ് രാവിലത്തെ ആകാശം. 3 പക്ഷി ബാത്ത് കർത്തേ ഹുയെ ഉഡ് രഹേ ഹേ 3 പക്ഷി ബാത്ത് കർത്തേ ഹുയെ ഉഡ് രഹേ ഹേ 3 പക്ഷികൾ സംസാരിച്ചു കൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്നു. 1 പക്ഷി ദേക്കോ ഉഡ്തേ ഉഡ്തേ ഹം ബഹുത് ഊപ്പർ ആ ഗയേ ദേക്കോ നോക്കൂ ഉഡ്തേ ഉഡ്തേ പറന്ന് പറന്ന് ഹം നമ്മൾ ബഹുത് ഊപ്പർ ആ ഗയേ വളരെ ഒരുപാട് നമ്മൾ എത്തി. ദൂസര പക്ഷി രണ്ടാമത്തെ പക്ഷി നീച്ചേ ദേക്കോ താഴേക്ക് നോക്കൂ സബ് കുച്ച് ചോട്ടാ ചോട്ടാ എല്ലാം വളരെ ചെറുതായിട്ടാണ് ദൂരെ നിന്നും കാണുന്നത്. തീസര പക്ഷി ദേക്കോ എക് ബൈൽഗാഡി ചൽ രഹി ഹേ ദേക്കോ
നോക്കൂ, ഏക്ക് ബൈൽഗാഡി ഒരു കാളവണ്ടി പോകുന്നു. ചൽ രഹി ഹെ ഒരു കാളവണ്ടി പോകുന്നുണ്ട്. ദൂസരാ പക്ഷി മുझे കുച്ച് ദിഖ്താ നഹി എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. മുझे കുച്ച് ദിഖ്താ നഹി. തീസരാ പക്ഷി മേം ജാക്കർ ദേഖോ ഞാൻ പോയി നോക്കാം. ഉഡ്തേ ഹുയെ നീച്ചെ ജാത്താ ഹെ പറന്ന് താഴേക്ക് പോകുന്നു. രണ്ടാം ദൃശ്യം. ദൃശ്യ ദോ സടക്ക് റോഡ് സബേര രാവിലെ. കിനാരെ കെ പേട് കെ ഡാൽ पर तीसरा पक्षी आ बैठता है. കിനാരെ കെ പേട് കെ ഡാൽ पर മരത്തിൻ്റെ കിനാരെ പറഞ്ഞ തീരത്ത് കേട്ടോ. തീരത്ത് പറഞ്ഞാൽ ഇവിടെ അരികെ എന്ന അർത്ഥം കേട്ടോ. അരികിലുള്ള മരത്തിൻ്റെ കൊമ്പിൽ തീസര പക്ഷി മൂന്നാമത്തെ പക്ഷി വന്ന് ഇരിക്കുന്നു. ബൈഠ്ന പറഞ്ഞാൽ ഇരിക്കുക, ബൈഠ്താഹെ ഇരിക്കുന്നു. സടക്ക് സേ ഗാഡി വാല ബൈൽഗാഡി ലേക്കർ ആത്താ ഹെ. സടക്ക് സേ റോട്ടിലൂടെ, ഗാഡി വാല വണ്ടിക്കാരൻ, ബൈൽഗാഡി ലേക്കർ കാളവണ്ടി, ലേക്കർ ആത്താ ഹെ കാളവണ്ടി കൊണ്ട് വരുന്നു. बैलगाड़ी में बड़े बोरों में दीमकें है. ബൈൽഗാഡിമേം കാളവണ്ടിയിൽ, ബരേ നിറയെ, ബോരോമേം ചാക്കുകളിൽ, ദീമകേം ഹേ ചിതലുകളുണ്ട്. ഗാഡി വാലേക്ക് ദീമകേം ലേലോ, ദീമകേം ലേലോ കി ആവാസ് സുൻതി രഹതി ഹെ. വണ്ടിക്കാരൻ്റെ ചിതലുകളെടുത്തോളൂ എന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷി ഓർ ഗാഡി വാല ബാത്ത് കർത്തേ ഹെ. പക്ഷിയും വണ്ടിക്കാരനും സംസാരിക്കുന്നു. പട്കഥ എഴുതുമ്പോൾ അതായത് ആ സന്ദർഭത്തിന് വിശദീകരണം അവിടെ കാണണം. ഏത് ദൃശ്യമാണെന്ന് കാണണം, കഥാപാത്രങ്ങൾ കാണണം. അവ മുകളിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം നോക്കി നോക്കാം. വാർത്താലാപം നോക്കാം. ഗാഡിവാല ദീമകേം ലേലോ, ചിതലുകളെടുത്തോളൂ. പക്ഷി ഓ ഗാഡി വാലേ ദീമകോം കാ ക്യാ ഭാവ് ഹേ. വണ്ടിക്കാരാ ചിതലുകൾക്ക് എത്രയാണ് വില? ഗാഡി വാല ഏക്ക് പർ ദേ ദോ മേം ദോ ദീമകേം ദേ ദൂംഗാ. ഏക്ക് പർ ദേ ദോ ഒരു തൂവൽ തരൂ, ഞാൻ 2 ചിതൽ തരാം. പക്ഷി പർ തൂവലോ? ഗാഡി വാല ഹാം പർ അതെ തൂവൽ. യഹ് ദീമക് തോ ബഹുത് സ്വാദിഷ്ട് ഹെ. ഈ ചിതൽ വളരെ സ്വാദിഷ്ടമാണ്, രുചിയുള്ളതാണ്. ചാഹേ തോ ലേലോ വേണമെങ്കിൽ എടുത്തോളൂ. പക്ഷി ടീക്ക് ഹേ ശരി. ഗാഡി വാലേ വണ്ടിക്കാര ലോ ഏക്ക് പങ്ക് ദോ ദീമകേം ദോ എടുത്തോളൂ, ഒരു തൂവല് 2 ചിതൽ തരൂ. പക്ഷി കഠിനായി സേ पर तोड़कर गाड़ी वाले को देता है और 2 दीमकें लेकर उठ जाता है. പക്ഷി കഠിനായി സേ पर तोड़कर गाड़ी वाले को देता है और 2 दीमकें लेकर उठ जाता है. പക്ഷി ബുദ്ധിമുട്ടി തൂവൽ പറിച്ചുകൊണ്ട് കാളവണ്ടിക്കാരന് കൊടുക്കുന്നു. ഗാഡിവാലേ എന്നുള്ളൂ, വണ്ടിക്കാരന് കൊടുക്കുന്നു. ദേത്താഹെ നൽകുന്നു. ഓർ 2 ദീമക്കെ 2 ചിതലുകൾ ലേക്കർ വാങ്ങിയിട്ട് ഉഡ്ജാത്താഹെ 2 ചിതലുകൾ എടുത്തുകൊണ്ട് ഉഡ്ജാത്താഹെ. ലേക്കർ പറഞ്ഞ് വാങ്ങുക എന്നല്ല, ലേന പറഞ്ഞ് എടുക്കുക എന്നാണ്. ലേക്കർ എടുത്തിട്ട് ഉഡ്ജാത്താഹെ പറന്ന് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സംഭാഷണം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെ വണ്ടിക്കാരനും പക്ഷിയും കാണുമ്പോൾ സംഭാഷണം ഇല്ലാത്ത നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ ഈ പാഠത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വർക്കുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് പാഠത്തിലെ മീനിങ്സ് നിങ്ങൾക്ക് താറായിരിക്കണം. പാഠം നന്നായി വായിക്കുകയും ചെയ്യുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക. ഓക്കെ, ക്ലാസ്സൊക്കെ മനസ്സിലായല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.